ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അടിമാലിക്കടുത്തുള്ള ഇരുമ്പുപാലം ചില്ലിത്തോട്ടിലാണ് ഉള്ളത്. ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പുരയിടമാണ്. അവിടുത്തെ കൃഷി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് ഏലച്ചെടികളാണ്. ഒരു വർഷം മുമ്പ് എൻ്റെ തട്ട പിരിച്ച് വെച്ചിട്ടുള്ള ഏലച്ചെടികളാണ് കാണുന്നത്. അത് ചിമ്പുകളൊക്കെ ചില ഭാഗത്തൊക്കെ കാണാം. ഏലച്ചെടികൾ ഒരു വർഷം പ്രായമായ ഏലച്ചെടികളാണ് നിൽക്കുന്നത്. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ചിമ്പുകളൊക്കെ ഉണ്ടായി ഏലക്കായൊക്കെ വരാൻ തുടങ്ങും. അതിൻ്റെ ചൂടാണ് കാണുന്നത്. വേനൽക്കാലത്ത് നനച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. തൊട്ട് താഴെ ഒരു തോട് പോകുന്നുണ്ട്. അത് ഞാൻ മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വേനൽക്കാലത്ത് അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഇത് നനയ്ക്കുന്നത്. ഇതുപോലുള്ള തട്ടകൾ നമ്മൾ പിരിച്ച് വെക്കുക. ഇതുകൊണ്ടോ അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഒരു കുഴി കുത്തി ചാണാനൊക്കെ ഇട്ടിട്ട് നട്ട് കഴിഞ്ഞാൽ പിടിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ലോലോലിക്ക എന്നൊക്കെ പറയുന്ന ഒരു ചെടി കൂടി നിൽക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് കണ്ടില്ലേ? ഇത് കഴിഞ്ഞ് ഒരു ബ്രൗൺ നിറമാവും ഇതുപോലെ. അതിനേക്കാളും നല്ല കളറ് പഴുത്ത് വരുമ്പോൾ വരും. അതിന് മുകളിലേക്കൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സൂര്യപ്രകാശം അവിടെ ഇരിക്കുന്നത് ശരിക്കും നമുക്ക് വീഡിയോയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും മുകളിലേക്കൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് ചെറിയ മരമാണ്, നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റാറുള്ളൂ. കുഞ്ഞു മര. ഇതിനൊരു അച്ചാറൊക്കെ ഇടാനാണ് നല്ലത്. ഒരു ചെറിയ പഴുത്ത് കഴിഞ്ഞാലും ഒരു പൊടിയാണ് കേട്ടോ ഉള്ളത്. ഞാൻ പറിച്ച് കാണിച്ചു തരാം. ഇത് പഴുത്തിട്ടില്ല. ഒന്ന് കടിച്ചു പറയാം. ഇപ്പോൾ ഒരു ചവർപ്പുള്ളൂ. ചവർപ്പ പഴുത്ത് കഴിഞ്ഞാൽ പുളിയായിരിക്കും. ഞാൻ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയിട്ട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നെല്ലിക്കേനേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു ലോലോലിക്ക. അതിൻ്റെ തൊട്ടപ്പുറത്താണ് വലിയ മല കേട്ടോ. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അത് മഴയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെള്ളം പറ്റി. പിന്നെ ഇവിടെ കുരുമുളകുണ്ട്. കുരുമുളക് ഇതവിടെ അടയ്ക്കാമരം. ഇതൊക്കെ നമ്മുടെ എൻ്റെ അയൽവക്കക്കാരൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. കാണുന്ന ഒരു വലിയ പ്ലാവ് നല്ല വരിക്ക ചക്കയാണ്. ചക്ക ഈ തവണ കുറവാണ്. അതിനകത്തില്ല, തവണ ഉണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചക്കയിട്ട് പുഴുക്കുണ്ടാക്കുന്നതാണ്. വേറെ പ്ലാവുണ്ട്. അതിൽ നിന്ന് വേറെ പ്ലാവിലുണ്ട്. അത് നമ്മൾ ഇടാറുണ്ട്. അത് മൂത്തിട്ടില്ല. വാളങ്ങ ഉള്ളി സ്വന്തം കൃഷി. ചീനി ഒരു പ്രത്യേക സൈസ് മുളക്. അതാണ് കണ്ടത്. കാന്താരി മുളകല്ല, വേറെ സൈസ്. പിന്നെ വേറെ ഒരു വെറൈറ്റി മുളക് കണ്ടോ. ഇതൊക്കെ പുള്ളി സ്വന്തം കൃഷി. ഇത് വാളങ്ങ. ഇതൊക്കെ മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള വാളങ്ങ. അത് നീളം വരും, വലുപ്പം ആവും. ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, ജാതി. അത് 2 വർഷം പ്രായ ജാതി കേട്ടോ. 2 വർഷമായ ജാതിയാണ് നിൽക്കുന്നത്. പറമ്പിലെല്ലാം ജാതി നട്ടേക്കുവാണ്. പുള്ളി റബ്ബറായിരുന്നു, എല്ലാം വെട്ടി കളഞ്ഞിട്ട് ജാതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഏറും കൃഷി ചെയ്തിട്ടുണ്ട്. കുറേ ഉണ്ട്. ഞാൻ അടുത്ത് കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ.
ഹളങ്ങ ഇവിടെയൊക്കെ പച്ചക്കറി കൃഷിയായിരുന്നു. ഇതവിടെ ഹളങ്ങ കണ്ടത് അതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നനച്ച് നല്ല വളം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത് മതി നമുക്ക് ഒരാഴ്ചയൊക്കെ പച്ചക്കറി ഇല്ലെങ്കിലും ഇതുകൊണ്ട്. അതെ, ഫ്രാഷൻ ഫ്രൂട്ട്, ഇത് ചെറുനാരകം നിൽക്കുന്ന ഇഷ്ടം ഉണ്ടായിരുന്നു. ഇത് ഫ്രാഷൻ ഫ്രൂട്ട് കിടക്കുന്നുണ്ട്. ഫ്രാഷൻ ഫ്രൂട്ട് അത് പഴുത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ നിറാവും, നല്ല ടേസ്റ്റാണ്. ഫ്രാഷൻ ഫ്രൂട്ട് വേറൊരു സാധാരണ നാടനുണ്ട്, മഞ്ഞ കളറിലുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് ബ്രൗൺ കളർ, പഴുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ ജാതി, എല്ലാം ഒരുമിച്ച് വെച്ച് ജാതിയാണ്. അത് ഒരു തട്ട കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറുന്നതാണ്. പ്ലാവ് ഇവിടെയൊക്കെ ഇത് കുടി ഉണങ്ങിപ്പോയിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും മുറുക്ക് ഉണങ്ങിയപ്പോൾ കുടി ഉണങ്ങിപ്പോൾ, അങ്ങനെ എന്താ കുടികളായിട്ട് ഉണങ്ങി നല്ല മുളക് കിട്ടിക്കൊണ്ടിരുന്ന പേരയ്ക്ക. ഒരു പേരയ്ക്ക പറിച്ചു, നല്ല മധുരമുണ്ടോ ഈ പേരയ്ക്ക, പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കൊടികളും ജാതിയും ഒക്കെയാണ്. എൻ്റെ സുഹൃത്തിനെ കാണിച്ചു തരാം. കൂട്ടുകാരാ, ഫേസ് ഒന്ന് കാണിച്ച്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു പാവപ്പെട്ട ബ്ലോഗറാണ് ബിജൂസ് വ്ലോഗ്.